Hello, good morning. Welcome to Learning Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ എഡ്ജ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫോർ എഡ്ജ് ഡിറ്റക്ഷൻ വി യൂസ് നമ്മളൊരു എഡ്ജ് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഷേപ്പ് ട്രാൻസിഷൻ, സൈൻ ട്രാൻസിഷൻ, കളർ ട്രാൻസിഷൻ, ഇന്റൻസിറ്റി ട്രാൻസിഷൻ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നമുക്ക് ആ ഒരു എഡ്ജ് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ സൈൻ ട്രാൻസിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Which of the following is not really an edge detector? താഴെ തന്നിരിക്കുന്നതിൽ ഒരു എഡ്ജ് ഡിറ്റക്ടർ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? കാനി, സോബൽ, ഹാരിസ് ആൻഡ് സ്റ്റെഫൻസ്, ലാപ്ലേഷ്യൻ. നമുക്കറിയാം ഓപ്ഷൻ സി ആണ് നമുക്കിതിൽ തന്നിരിക്കുന്നത് എഡ്ജ് ഡിറ്റക്ടർ അല്ലാത്തത് അല്ലെ. കാനി, സോബൽ, ലാപ്ലേഷ്യൻ, പ്രിവിറ്റ് ഇതൊക്കെ നമുക്ക് എന്താണ് പറയുന്ന എഡ്ജ് ഡിറ്റക്ടർ മെത്തേഡ്സുകളാണ്. പക്ഷെ എന്നാൽ ഹാരിസ് ആൻഡ് സ്റ്റെഫൻസ് എന്ന് പറയുന്നത് എന്താണ്? എഡ്ജ് ഡിറ്റക്ടർ അല്ല. ഓപ്ഷൻ സി ആണ് റോങ് ആയിട്ട് തന്നിരിക്കുന്നത്. What is the profile of the mask used in the first stage of canning? ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കാനിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മാസ്കിന്റെ ഒരു പ്രൊഫൈൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ് നോക്കൂ. 3x3 ബ്ലർ, ലാപ്ലേഷ്യൻ, സോബൽ, ഗോഷ്യൻ. നമുക്കറിയാം നമുക്കറിയാം ഇറ്റ് ഈസ് ഗോഷ്യൻ ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കാനിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മാസ്കിന്റെ പ്രൊഫൈൽ എങ്ങനെയായിരിക്കും? ഗോഷ്യൻ മാസ്ക് ആയിരിക്കും നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. Why does the first stage of canning involve convolution with a blurring mask? ഒരു ബ്ലറിംഗ് മാസ്കുമായിട്ട് കൺവല്യൂഷൻ നമുക്ക് ആ ഒരു കാനിയുടെ ഫസ്റ്റ് സ്റ്റേജിൽ എന്തുകൊണ്ടാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ബ്ലറിംഗ് മാസ്കുമായിട്ട് കൺവല്യൂഷൻ നടത്തണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ടു റെഡ്യൂസ് ദ എഫക്ട് ഓഫ് നോയ്സ്, ടു ഡിറ്റക്ട് എഡ്ജസ്, ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് പിക്സൽസ്, ടു പെർഫോം നോൺ മാക്സിമം സപ്രഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്ലറിംഗ് മാസ്കുമായി കൺവല്യൂഷൻ നടത്തുന്നത് വഴി എന്തിനാണ്? നമുക്ക് ആ ഒരു നോയ്സിന്റെ എഫക്റ്റുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്ലറിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇമേജിനെ സ്മൂത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് നമുക്ക് അതിലുണ്ടാവുന്ന നോയ്സ് എഫക്റ്റുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. How are the differences between pixel processed in canning? കാനി ഓപ്പറേറ്ററിൽ നമുക്ക് ആ ഒരു പിക്സൽ പ്രോസസ്ഡ് എങ്ങനെയാണ് നമുക്ക് അവിടെ നടക്കുക? ആ ഒരു ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് എന്താണ് നോക്കൂ. ഓപ്ഷൻ ഡി സി ആണ് റൈറ്റ് ആൻസർ. ദേ ആർ കൺവേർട്ടഡ് ടു മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. കാനി ഓപ്പറേറ്ററിൽ നമ്മൾ പറഞ്ഞിരുന്നു അവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എടുക്കുന്നുണ്ട് അല്ലെ. ആ ഒരു പിക്സൽ ഡിഫറൻസസ് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് യൂസിലാണ്. അതായത് അത് എന്ത് ചെയ്യാണ്? ആ ഒരു മാഗ്നിറ്റ്യൂഡും ഓറിയന്റേഷനിലേക്കും ഡയറക്ഷനിലേക്കും ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? പറഞ്ഞാൽ കുറച്ച് ഈസി ആക്കാൻ, ആ വർക്ക് നമുക്ക് ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കൺവേർഷൻ നമ്മൾ നടത്തുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ഇതിൽ റൈറ്റ് ആൻസർ. Gradient magnitude images are more useful in gradient magnitude images നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? പോയിന്റ് ഡിറ്റക്ഷൻ, ലൈൻ ഡിറ്റക്ഷൻ, ഏരിയ ഡിറ്റക്ഷൻ, എഡ്ജ് ഡിറ്റക്ഷൻ. നമുക്കറിയാം പോയിന്റ് ഗ്രേഡിയന്റ് മാഗ്നിറ്റ്യൂഡ്സ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എഡ്ജ് ഡിറ്റക്ഷൻ ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സോബൽ ഗ്രേഡിയന്റ് ഈസ് നോട്ട് ദാറ്റ് ഗുഡ് ഫോർ ഡിറ്റക്ഷൻ ഓഫ്. സോബൽ ഗ്രേഡിയന്റ് വഴി നമുക്ക് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഹൊറിസോണ്ടൽ ലൈൻസ്, വെർട്ടിക്കൽ ലൈൻസ്, ഡയഗണൽ ലൈൻസ്, എഡ്ജസ് അല്ലെ. നമുക്കറിയാം ഡയഗണൽ ലൈൻസ് നമുക്ക് ഈ ഒരു സോബൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തെങ്കിൽ സോബൽ ഗ്രേഡിയന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈൻസും വെർട്ടിക്കൽ ലൈൻസും അതുപോലെ തന്നെ എഡ്ജസ് ഒക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഡയഗണൽ ലൈൻസ് നമുക്ക് ഒരു സോബൽ ഗ്രേഡിയന്റ് യൂസ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ഇതിൽ റൈറ്റ് ആൻസർ. A second order derivative operator can be defined as. ഒരു സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓപ്പറേറ്റർ നമുക്ക് എന്തായിട്ടാണ് ഡിഫൈൻ ചെയ്തത്? ലാപ്ലേഷ്യൻ എന്ന രീതിയിലാണ് ഡിഫൈൻ ചെയ്തത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. എ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓപ്പറേറ്റർ can be defined as a Laplacian operator. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Applying Laplacian has which of the following results? നമ്മൾ Laplacian അപ്ലൈ ചെയ്യുന്നതിന്റെ റിസൾട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Produce image having grayish edge lines. Produce image having featureless background. All of the above mentioned. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നമുക്ക് താഴെ മുകളിൽ തന്നിരിക്കുന്ന രണ്ട് ഓപ്ഷൻസും കറക്റ്റ് ആണ്. അതായത് ഒരു ലാപ്ലേഷ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡെറിവേറ്റീവ് ഓപ്പറേറ്റർ ആണ്. അതുകൊണ്ട് ഹൈലൈറ്റ്സ് ദ ഗ്രേ ലെവൽ ഡിസ്കണ്ടിന്യൂസ്. ഒരു ഇമേജിൽ ഉണ്ടാവുന്ന ആ ഒരു ഗ്രേ ലെവൽ ഡിസ്കണ്ടിന്യൂസിനെ ഹൈലൈറ്റ് ചെയ്യുകയും അത് ഡി എംഫസൈസ് ചെയ്യാണ് ഏരിയാസിനെ. അതെങ്ങനെയാണ്? ആ ഒരു സ്ലോലി വേരിയിങ് ഗ്രേ ലെവൽസ് ഉണ്ടാവുന്ന ഏരിയകളെ ഡി എംഫസൈസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡ്യൂസ്ഡ് ഇമേജിൽ ഒരു ഗ്രേയിഷ് എഡ്ജ് ഉണ്ടാകും. അത് സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ ഫീച്ചർലെസ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ 9th ആൻസർ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സീറോ ക്രോസിംഗ് ഓപ്പറേറ്റർ യൂസ് ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് സീറോ ക്രോസിംഗ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കൂ. ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, സോബൽ ഓപ്പറേറ്റർ, നൺ ഓഫ് ദി അബോവ്. ഓക്കെ, ഓപ്ഷൻ ഏതാണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് നമ്മൾ ഈ ഒരു സീറോ ക്രോസിംഗ് ഓപ്പറേറ്ററിൽ യൂസ് ചെയ്യുന്നത്. അതായത് ആ ഒരു ലാപ്ലേഷ്യൻ ഗോഷ്യൻ വരുന്നില്ലേ, LOG, അതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ടൈപ്സിൽ വരുന്നത്. ആ ഒരു ഇതാണ് നമ്മൾ സീറോ ക്രോസിംഗ്, അതായത് ആ ഒരു ഗോഷ്യന്റെ സീറോ ക്രോസിംഗ് ആണല്ലോ നമ്മൾ ലാപ്ലേഷ്യൻ അതിൽ വരുന്ന ആ ഒരു സീറോ ക്രോസിംഗ് ഓപ്പറേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് നമുക്ക് വരുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Which type of operator is used by classical edge detector? ഒരു ക്ലാസിക്കൽ എഡ്ജ് ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്ന ഏത് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ ആണ്? ഓപ്ഷൻസ് എന്തൊക്കെയാണ് നോക്കൂ. പ്രെവിറ്റ് ഓപ്പറേറ്റർ, റോബോട്ട് ഓപ്പറേറ്റർ, ഗോഷ്യൻ ഓപ്പറേറ്റർ, ത്രെഷോൾഡ് ഓപ്പറേറ്റർ. ഓപ്ഷൻ എ പ്രെവിറ്റ് ഓപ്പറേറ്റർ ആണ് നമ്മളൊരു ക്ലാസിക്കൽ എഡ്ജ് ഡിറ്റക്ടറിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. സോബൽ എഡ്ജ് ഡിറ്റക്ടർ യൂസസ്. സോബൽ എഡ്ജ് ഡിറ്റക്ടർ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, ഇറ്റ് ഇസ് എ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, സോബൽ എഡ്ജ് ഡിറ്റക്ടർ എന്ന് പറയുന്നതൊക്കെ നമുക്ക് ആ ഒരു ഗ്രേഡിയന്റ് ഓപ്പറേറ്ററിൽ വരുന്നതാണ്. അതൊക്കെ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അഡ്വാൻറ്റേജസ് ഓഫ് കാനി ഓപ്പറേറ്റർ ഈസ്. താഴെ തന്നിരിക്കുന്നതിൽ കാനി ഓപ്പറേറ്ററിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Simplicity of method, performance is good using probability for finding error, improved performance, all of the above. നമുക്കറിയാം performance is good അല്ലേ, ആ ഒരു അതുപോലെ തന്നെ എറർ കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ ആ ഒരു പ്രോബബിലിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് താഴെ തന്നിരിക്കുന്നതിൽ കാനി ഓപ്പറേറ്ററിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. The horizontal gradient pixels are denoted by. Horizontal ആ ഒരു horizontal ലൈനിൽ വരുന്ന gradient pixelsനെ നമ്മൾ ഏത് ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഓപ്ഷൻ ബി GX ആയിട്ടാണ്. GY എന്ന് പറയുന്നത് എന്താണ്? വെർട്ടിക്കൽ ഗ്രേഡിയന്റ് ആയിട്ടാണ് അല്ലെ. വെർട്ടിക്കൽ ആയിട്ടുള്ളത് GY യും ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നത് ഏതാണ്? GX ആണ്. നമ്മുടെ X ആക്സിസും Y ആക്സിസും അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് GX ഉം GY യും വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Images which are having gradient pixels are known as. ഒരു ഇമേജിൽ ഗ്രേഡിയന്റ് പിക്സൽസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ഇമേജ് എന്നാണ് പറയുന്നത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ബൈനറി ഇമേജ്, ഷാർപ്പ് ഇമേജ്, ബ്ലർ ഇമേജ്, ഗ്രേഡിയന്റ് ഇമേജ്. നമുക്കറിയാം ഗ്രേഡിയന്റ് പിക്സൽസ് ഉണ്ടെങ്കിൽ ഗ്രേഡിയന്റ് പിക്സൽസ് ഉള്ള ഒരു ഇമേജിനെ നമുക്ക് ഗ്രേഡിയന്റ് ഇമേജ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, what term is used to describe the smallest discernible change in level of intensity? ആ ഒരു ഇന്റൻസിറ്റിയുടെ ഏറ്റവും സ്മോളസ്റ്റ് ചേഞ്ചിനെ നമ്മൾ എന്തായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് internal intensity resolution. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എഡ്ജ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.